ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ മീൻ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വന്ന വഴി തന്നെ നന്നാക്കിയിട്ട് ഞാൻ എല്ലാതും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മീൻ എടുത്തിട്ട് ഞാൻ കറി വെക്കുകയാണ് കേട്ടോ. കറി വെച്ചാലും ഇപ്പോൾ ഇവിടെ ഞാനാണ് കാര്യമായിട്ട് കൂട്ടുക. കുട്ടികളെ അങ്ങനെ അധികം കഴിക്കൊന്നുമില്ല. അയിലയാണ് കേട്ടോ കറി വെക്കുന്നത്. ആകെ 2 അയില എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് കറിയിലേക്ക് എടുക്കുന്നത്. ബാക്കി അയിലൊക്കെ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വറുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഇവിടെ ചിലവുള്ളൂ. കറി വെച്ചതൊക്കെ ഞാൻ തന്നെ കഴിക്കണം. കറി വെക്കുമ്പോൾ കുറച്ച് എരിവോടെ അല്ലേ കറി വെക്കുക. അപ്പോൾ അത് അങ്ങനെ സിയമോൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ആര്യനാണെന്ന് വെച്ചെങ്കിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല കറി വെച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട്. മീൻ വാങ്ങിയിട്ടുണ്ട് വെച്ചെങ്കിൽ അധികം വറുക്കാറാണ് കേട്ടോ പതിവ്. എപ്പോഴെങ്കിലുമൊക്കെ കറി വെക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഇന്നെനിക്ക് കറി വെച്ച് കൂട്ടാനൊരു ആഗ്രഹം. പിന്നെ അതുപോലെ ഇപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ മാങ്ങയൊക്കെ ഇട്ടിട്ട് മീൻ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ മാങ്ങയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. ഞാൻ പിന്നെ ആര്യൻ വന്നപ്പോൾ ആര്യന് പുട്ടും മീൻ കറിയും കൂടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അതേ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ 1.5 മാസമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കാലത്താണ് റൂമൊക്കെ ക്ലീൻ ചെയ്യണത്. മിക്ക ദിവസവും അടിച്ചു വാരി തുടയ്ക്കണതാണ് കേട്ടോ. അടിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ ജനൽമത്തെ മാറാലി എന്തൊക്കെ തട്ടും. എത്ര പൊടി തട്ടിയിട്ടുണ്ട് വെച്ചെങ്കിലും ജനൽമേലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ കണ്ട മാറാല എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മാറാലയാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഞാനത് എല്ലാ ജനലും പൊടി തട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ബാത്റൂമിൻ്റെ വാതിലൊക്കെ ഞാൻ തുടക്കുകയാണ് കേട്ടോ. ബാത്റൂമിൻ്റെ വാതിലൊന്നും അങ്ങനെ തുടയ്ക്കാറൊന്നുമില്ല. ഇന്നിപ്പോൾ എനിക്ക് തുടയ്ക്കാൻ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ തുടക്കുകയാണ് കേട്ടോ. തുടച്ചപ്പോൾ അതുമ്മയൊക്കെ പൊടി ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ എനിക്ക് തോന്നി ഈ ചെമ്മരിമേലൊക്കെ നല്ല പൊടി ഉണ്ടാവില്ലേ, കാണാത്തോണ്ടല്ലേ. എന്തായാലും ബാത്റൂമിൻ്റെ വാതിലൊക്കെ തുടച്ചത് നന്നായി. തുടച്ചപ്പോഴാണ് അറിഞ്ഞത് അതുമ്മയൊക്കെ എത്രയും പൊടി ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. ബാത്റൂമിൻ്റെ വാതിലൊക്കെ തുടച്ചതിന് ശേഷം എന്താ ഞാൻ കബോർഡിൻ്റെ പുറം വശമൊക്കെ തുടക്കുകയാണ് കേട്ടോ. ഉള്ളിലൊന്നും ഞാനിപ്പോൾ ക്ലീൻ ചെയ്യണമൊന്നുമില്ല. ഞാൻ കുറേയൊക്കെ തുണികളൊക്കെ മടക്കി ഒതുക്കിയിട്ട് തന്നെ ഇരിക്കണത്. അങ്ങനെ വലിച്ചു വാരിയിരുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ അതേ സിയമോള് സ്കെച്ചായിട്ട് വരച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ടാണ് തുടച്ച് നോക്കുന്നത്. പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് പോയിട്ടില്ല. ഞങ്ങൾ കിടക്കുന്ന റൂമിൽ തന്നെ 2-3 അലമാര ഉണ്ട് കേട്ടോ. മുന്നേ ഉപയോഗിച്ചിരുന്ന തറവാട്ടിലായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന അലമാരയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അലമാരയിലാണ് ഏറ്റവും കൂടുതൽ പൊടി പിടിച്ചാൽ അറിയണത്. ബ്ലാക്ക് അല്ലേ, അപ്പോൾ അതുമ്പോൾ പൊടി പിടിച്ചാൽ നന്നായി അറിയാൻ പറ്റും. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഞാൻ തുടക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഈ വാതിൽമേലൊക്കെ പൊടി പിടിച്ചാൽ അത് നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും ഒരു വെള്ള പൊടി പോലെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് വാതിൽ അടച്ചിട്ട് ഞാൻ ബാക്ക് വശമൊക്കെ തുടക്കുകയാണ് കേട്ടോ. ഒരുവിധം കയ്യെത്തുന്ന ഭാഗത്തുള്ളതൊക്കെ ഞാൻ തുടച്ചു. ഇനി മേലെ ഫാനാണ് തുടയ്ക്കാനുള്ളത്. ഈ ഫാനുമേലൊക്കെ എത്ര പെട്ടെന്നാണ് പൊടി പിടിക്കുന്നത്. ശരിക്കും വൈറ്റിനേക്കാട്ടിലും കൂടുതൽ ബ്ലാക്കിൽ പൊടി പിടിച്ചാലോ തോന്നുന്നു. നന്നായിട്ട് അറിയാം. സിയമോൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കയറി നിൽക്കുമ്പോൾ അവളിൻ്റെ കാലൊക്കെ വന്ന് പിടിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ ലാഡർ ഉണ്ട്. പിന്നെ ലാഡർ ഞാൻ മേലെ കൊണ്ടുവച്ചിരിക്കുക. അപ്പോൾ അത് എടുത്ത് കൊണ്ടുവരേണ്ട മടിക്ക് ഞാനൊരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. സ്റ്റൂളുമ്പോൾ കയറി നിൽക്കുമ്പോഴേക്ക് ഏറ്റവും മേലേക്കൊന്നും എത്തണില്ല. മറ്റേത് ഫാനുമ്മയ്ക്ക് എത്തിയത് പിന്നെ ബെഡുമ്മ കയറ്റി വെച്ച കാരണം എനിക്ക് അങ്ങനെ എത്തി. സിയമോള് വീട് മൊത്തം എന്ന് പറയുന്ന പോലെ സ്കെച്ചായിട്ട് വരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. സ്കെച്ച്, ക്രയോൺസ്, പെൻസിൽ, പേന അങ്ങനെ എന്താ കയ്യിൽ കിട്ടുന്ന വെച്ചെങ്കിൽ ഒക്കെ ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് താഴെ ടൈൽമേ ആയതൊക്കെ നമ്മളിങ്ങനെ തുടച്ചാൽ പോരും. ഇനി ചുമരുമുള്ളതൊക്കെ മറ്റൊരു സ്പഞ്ച് പോലത്തെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. റൂം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഫുള്ള് അടിച്ചൊരു തുടച്ചു. ഇനിയിപ്പോൾ അതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ചോറിന് എനിക്ക് ഇന്നലെ വെച്ച മീൻകറി ഉണ്ട്. പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാലത്ത്. പിന്നെ കുറച്ച് തൈര് കൊടുത്തിട്ടുണ്ട് കേട്ടോ.